നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് റീഡ് ഓൺലി മെമ്മറീസ് ആണ്. റോം. ലാസ്റ്റ് ലെക്ചറിൽ നമ്മൾ എസ് റാം ഡി റാം അതെല്ലാം പറഞ്ഞു. എസ് റാമും ഡി റാമും ഒക്കെ വോളറ്റൈലാണ്. അതായത് പവർ ടേൺ ഓഫ് ചെയ്യുന്ന ടൈമിൽ അതിൻ്റെ കണ്ടൻസ് ലോസ് ആയി പോവും. പക്ഷേ ചില ആപ്ലിക്കേഷൻസ് ഉണ്ട്, അവിടെ മെമ്മറി ഡിവൈസസ് പവർ ടേൺ ഓഫ് ചെയ്താലും അതിൻ്റെ സ്റ്റോർഡ് ഇൻഫർമേഷനെ റിട്ടേൺ ചെയ്യണം. അങ്ങനെയുള്ള ഒരു എക്സാമ്പിൾ അല്ല ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ, സാധാരണയായിട്ട് ഹാർഡ് ഡിസ്കിൽ ആണ് ലാർജ് എമൗണ്ട് ഓഫ് ഇൻഫർമേഷനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതിനകത്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സോഫ്റ്റ്വെയർ വരും. ഒരു കമ്പ്യൂട്ടർ ടേൺ ഓൺ ചെയ്യുന്ന ടൈമിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സോഫ്റ്റ്വെയറിനെ ഹാർഡ് ഡിസ്കിൽ നിന്ന് മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യണം. ഇങ്ങനെ ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബൂട്ട് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യണം. ബൂട്ട് പ്രോഗ്രാം എന്ന് പറയുന്നതും ഒരു ലാർജ് സൈസുള്ളൊരു ഫയലാണ്. അപ്പോൾ അതിനെയും ഡിസ്കിൽ തന്നെ സ്റ്റോർ ചെയ്യാൻ പറ്റും. അതിൻ്റെ മോസ്റ്റ് മേജർ പാർട്ടും ഡിസ്കിൽ തന്നെയാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇനി ഈ ബൂട്ട് പ്രോഗ്രാമിനെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് വേണ്ടി വരും. ആ ഇൻസ്ട്രക്ഷനെ കൂടെ നമ്മൾ ഈ വോളറ്റൈൽ മെമ്മറിയിൽ സേവ് ചെയ്യുവാണെങ്കിൽ എങ്ങനെ ഇതിൻ്റെ ഓപ്പറേഷൻസ് പോസിബിൾ ആവും? കാരണം പവർ ടേൺ ഓൺ ചെയ്യുന്ന ആ ടൈമിൽ തന്നെ നമുക്ക് ഈ ബൂട്ട് പ്രോഗ്രാം വർക്ക് ചെയ്യും. ബൂട്ട് പ്രോഗ്രാം വർക്ക് ചെയ്യുന്നതിന് റിസൾട്ടായിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ലോഡ് ചെയ്യുകയും ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസിനെ നമുക്ക് നോൺ വോളറ്റൈൽ ആയിട്ടുള്ള മെമ്മറിയിൽ കീപ്പ് ചെയ്തേ പറ്റൂ. അപ്പോൾ അങ്ങനെ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് നോൺ വോളറ്റൈൽ മെമ്മറിയുടെ ആവശ്യം ഉണ്ട്. നോൺ വോളറ്റൈൽ മെമ്മറീനെ എക്സ്റ്റെൻസീവായിട്ട് എംബഡഡ് സിസ്റ്റത്തിൽ വളരെ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള സിസ്റ്റത്തിൽ ഡിസ്ക് സ്റ്റോറേജ് ഡിവൈസിൻ്റെ ആവശ്യമില്ല. അതിൻ്റെ പ്രോഗ്രാംസ് എല്ലാം നോൺ വോളറ്റൈൽ ആയിട്ടുള്ള സെമി കണ്ടക്ടർ മെമ്മറി ഡിവൈസിൽ തന്നെയാണ് സ്റ്റോർ ചെയ്യുന്നത്. നോൺ വോളറ്റൈൽ മെമ്മറി തന്നെ പല ടൈപ്പുണ്ട്. ഈ നോൺ വോളറ്റൈൽ മെമ്മറിയിൽ ഒരു നോർമൽ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ റീഡ് ഓപ്പറേഷനാണ്. കാരണം അതിനകത്ത് റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ പ്രോസസ്സ് ആവശ്യമായിട്ട് വരും. അപ്പം അതിൻ്റെ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻ്റ് ആയിട്ട് നടക്കുന്നത് റീഡ് ഓപ്പറേഷനാണ്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ നോർമൽ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റോർ ചെയ്ത ഡേറ്റിനെ റീഡ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇതിനെ റീഡ് ഓൺലി മെമ്മറി അല്ലെങ്കിൽ റോം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് റോമിൻ്റെ ഇൻട്രൊഡക്ഷൻ. എന്തുകൊണ്ട് അത് നോൺ വോളറ്റൈൽ മെമ്മറിയാണ്, അതായത് പവർ ടേൺ ഓഫ് ചെയ്താലും അതിൻ്റെ കണ്ടൻസിനെ അത് റീറ്റെയിൻ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ റാമിൽ നിന്ന് റോം എന്ന് പറയുന്ന ഒരു മെമ്മറി ഡിവൈസിൻ്റെ യൂസിലേക്ക് വന്നത്? അതായത് റോം മാത്രമായിട്ട് പറ്റുമെന്നല്ല, പക്ഷേ റാം മാത്രമായി പറ്റില്ല എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ റാമിനകത്ത് നമുക്കെപ്പോഴും പവർ ടേൺ ഓൺ ചെയ്യുന്ന ടൈമിൽ മാത്രമേ പവർ അവൈലബിൾ ആയിട്ടുള്ള ടൈം മാത്രമേ റാം യൂസ് ചെയ്യാൻ പറ്റൂ. ടേൺ ഓഫ് ചെയ്തിരിക്കുന്ന സമയത്തും അതിൻ്റെ കുറച്ച് ഇൻഫർമേഷൻ ഇത് ഹോൾഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ളതാണ് റോം. അതിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് പറഞ്ഞത്, OSൻ്റെ കാര്യം. അത് നിങ്ങൾക്ക് കുറച്ച് OSലൊക്കെ ഈ കാര്യങ്ങൾ കുറച്ച് പഠിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ. നോൺ വോളറ്റൈൽ മെമ്മറി എന്ന് പറയുന്നത് വോളറ്റൈൽ മെമ്മറി റീഡ് ചെയ്യുന്ന അതേ മാനറിൽ തന്നെയാണ് ഇതിൻ്റെ റീഡ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ. പക്ഷേ റൈറ്റിംഗ് പ്രോസസ്സ് കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇനി റോമിൻ്റെ ബേസിക് സെൽ എന്ന് പറയുന്നത് ഇതാണ്. ഒരു റോം സെൽ ഇങ്ങനെയാണുള്ളത്. അത് ഓൾമോസ്റ്റ് സിമിലർ ടു റാം സെല്ലാണ്. അപ്പോൾ ഇതിനകത്തും വേർഡ് ലൈൻ ഉണ്ട്, ബിറ്റ് ലൈൻ ഉണ്ട്, ദെൻ ഒരു ട്രാൻസിസ്റ്റർ ഉണ്ട്, ദെൻ P എന്നൊരു പോയിൻ്റ് കാണിച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു ട്രാൻസിസ്റ്റർ ഉണ്ട്. അതിനെ ഗ്രൗണ്ട് ചെയ്തിരിക്കുന്ന P എന്ന് പറയുന്നൊരു പോയിൻറ്റിലൂടെയാണ്. ഇതിനകത്തെ ഒരു ബേസിക് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ സെല്ലിന് ഒരു 1നെ അല്ലെങ്കിൽ ഒരു 0നെ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ഇതിലൊരു 1 ആണോ 0 ആണോ സ്റ്റോർ ചെയ്തിരിക്കുന്നതെന്ന് എങ്ങനെ മനസ്സിലാക്കാം? ഇവിടെ ലെഫ്റ്റിൽ കാണിച്ചിരിക്കുന്ന ബിറ്റ് ലൈൻ എന്ന് പറയുന്ന ഈ ഒരു ലൈൻ
പവർ സപ്ലൈയുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ഒരു റെസിസ്റ്റർ വെച്ചിട്ട്. അതായത് ബിറ്റ് ലൈൻ കഴിഞ്ഞിട്ടൊരു റെസിസ്റ്റർ ഉണ്ടാവും, അത് കഴിഞ്ഞിട്ടൊരു പവർ സപ്ലൈ ഉണ്ടാവും. ഈ ഒരു സെല്ലിനകത്ത് 0 ആണ് സ്റ്റോർ ചെയ്തിരിക്കുന്നതെങ്കിൽ ഈ പി എന്ന് പറയുന്ന പോയിൻ്റ് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ടാവും ഗ്രൗണ്ടിലേക്ക്. ഇനി 1 ആണ് സ്റ്റോർ ചെയ്തിരിക്കുന്നതെങ്കിൽ പി പോയിൻറ്റിൽ ഈ ഒരു കണക്ഷൻ ഉണ്ടാവില്ല ഗ്രൗണ്ടിലേക്ക്. 0 ആണ് പി കണക്റ്റഡ്, 1 ആണെങ്കിൽ പി ഡിസ്കണക്റ്റഡ് ആയിരിക്കും. ഈ സെല്ലിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്നൊരു വാല്യൂവിനെ റീഡ് ചെയ്യാനായിട്ട് ഫസ്റ്റ് വേർഡ് ലൈൻ ആക്ടിവേറ്റ് ചെയ്യും. വേർഡ് ലൈൻ ആക്ടിവേറ്റ് ചെയ്താൽ ടി എന്ന് പറയുന്ന ആ ട്രാൻസിസ്റ്റർ അത് സ്വിച്ചായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. റാം സെല്ലിനകത്ത് പഠിച്ചാണ് ടി ഒരു സ്വിച്ചാണ്. ആ ടി എന്ന് പറയുന്നത് ആ സ്വിച്ച് ഓൺ ആവും, അതായത് ഈ സർക്യൂട്ട് ക്ലോസ് ആവും. ഇനി ഇതിലൊരു 0 ആണ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു ബിറ്റ് ലൈനിൽ ഒരു വോൾട്ടേജ് ഉണ്ട്, ഒരു പവർ സപ്ലൈ ആയിട്ട് ഇത് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ ബിറ്റ് ലൈനിലെ കംപ്ലീറ്റ് വോൾട്ടേജും ഈ ഒരു പി പോയിൻ്റ് ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പോയിൻറ്റിലൂടെ ഡ്രെയിൻ ഔട്ട് ചെയ്യും. ബിറ്റ് ലൈനിലുള്ള വോൾട്ടേജ് കംപ്ലീറ്റ് ആയിട്ടും പി പോയിൻറ്റിലൂടെ ഗ്രൗണ്ടഡ് ആവും. കാരണം പി ഇവിടെ കണക്ട് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക 0 ആണെങ്കിൽ. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ വോൾട്ടേജ് ഗ്രൗണ്ട് ചെയ്യുന്ന ടൈമിൽ ഇതിൻ്റെ സർക്യൂട്ട് ഇതിനെ സെൻസ് ചെയ്യുമ്പം വോൾട്ടേജ് ഒരു ത്രെഷോൾഡിന് ബിലോ ആയിരിക്കും, അല്ലെങ്കിൽ 0 ആയിരിക്കും. അതിൻ്റെ മീനിങ് ഇത് ഈ സെല്ലിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു 0 വാല്യൂ ആണെന്ന്. ഇനി ഇതിലൊരു 1 ആണ് സ്റ്റോർ ചെയ്തിരിക്കുന്നതെങ്കിൽ പി പോയിൻ്റ് ഡിസ്കണക്റ്റഡ് ആയിരിക്കും, അതായത് ഈ ഗ്രൗണ്ടിലേക്ക് ഒരു കണക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ വേർഡ് ലൈൻ ആക്ടിവേറ്റ് ചെയ്യും, ടി എന്ന് പറയുന്ന ട്രാൻസിസ്റ്റർ ഓൺ ആവും. ബിറ്റ് ലൈനിലുള്ള വോൾട്ടേജ് ഈ പി പോയിൻറ്റിൽ വരെ വന്ന് നിൽക്കും. കാരണം എന്താണ്, ഗ്രൗണ്ട് ചെയ്യാൻ ഒക്കില്ല, ഇവിടെ കണക്ഷൻ ഇല്ല. ആ ടൈമിൽ ഈ ഒരു സർക്യൂട്ടിൽ വോൾട്ടേജ് സെൻസ് ചെയ്ത് നോക്കുവാണെങ്കിൽ അതൊരു ത്രെഷോൾഡ് വാല്യൂവിന് എബോവ് ആയിരിക്കും. അത് മെഷർ ചെയ്യുമ്പോൾ മനസ്സിലാക്കാം ഇതിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കും, ഈ സെല്ലിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഒരു 1 വാല്യൂ ആണ്. ഇതാണ് ബേസിക് റോം സെൽ. ഇത് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. 0 ആണെങ്കിൽ എന്താണ്, 1 ആണെങ്കിൽ എന്താണ്. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോം ആണ് ഇനി പഠിക്കാനുള്ളത്. റീഡ് ഓൺലി മെമ്മറിയെ പറ്റി ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, ഈ റോം മാനുഫാക്ചർ ചെയ്യുന്ന ടൈമിൽ തന്നെയാണ് ഇതിലേക്ക് ഡേറ്റ റൈറ്റ് ചെയ്യുന്നത്. പിന്നീടുള്ള ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ റീഡ് ഓപ്പറേഷൻസ് മാത്രമാണ്. അതിനകത്ത് എന്താണോ റൈറ്റ് ചെയ്തിട്ടുള്ളത് അതിനെ നമുക്ക് എത്ര ടൈംസ് വേണമെങ്കിലും റീഡ് ചെയ്യാൻ പറ്റും. ഇനി ഈ റോമിൻ്റെ പല വേരിയേഷൻസ് ആണ്. ആദ്യത്തേതാണ് പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി, അല്ലെങ്കിൽ പ്രോം, പി റോം. എന്തായാലും അങ്ങനെയെങ്കിലും വായിക്കാം. ഈ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം അത് പ്രോഗ്രാമബിൾ ആണ്, അതായത് യൂസർക്ക് അതിന് ഡേറ്റ ലോഡ് ചെയ്യാനും പറ്റും. ആദ്യം ഇതിൻ്റെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു റോം എന്ന് പറഞ്ഞാൽ ഇത് മാനുഫാക്ചർ ചെയ്യുന്ന ടൈമിൽ തന്നെ ഇതിലേക്ക് ഡേറ്റ റൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ യൂസർക്ക് അത് റീഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ മാത്രമേ അവൈലബിൾ ആവൂ. എന്നാൽ റോമിൻ്റെ തന്നെ വേറൊരു വേരിയേഷനായിട്ടുള്ള പ്രോഗ്രാമബിൾ റോം, അതിനകത്ത് യൂസറിന് ഡേറ്റ ലോഡ് ചെയ്യാം അല്ലെങ്കിൽ റൈറ്റ് ചെയ്യാം. ഇതെങ്ങനെയാണ് ഈ പ്രോഗ്രാമബിലിറ്റി എന്ന് പറയുന്ന ഒരു ഫീച്ചർ എങ്ങനെയാണ് ഇതിലേക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നേരത്തെ അതിൻ്റെ ബേസിക് സ്ട്രക്ചറിൽ ഒരു പി എന്ന് പറയുന്ന പോയിൻറ്റിനെ പറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പോയിൻ്റ് ഒരു ഫ്യൂസാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. ആ പി എന്ന് പറയുന്ന പോയിൻറ്റിലൊരു ഫ്യൂസ് ഇൻസേർട്ട് ചെയ്യും. ഇത് മാനുഫാക്ചർ ചെയ്യുന്ന ടൈമിൽ ഇതിനകത്ത് ഈ ഫ്യൂസ് കണക്റ്റഡ് ആയിരിക്കും, അതായത് കംപ്ലീറ്റ് സെല്ലിലും 0 വാല്യൂസ് ആയിരിക്കും. ഫ്യൂസ് കണക്റ്റഡ് മീൻസ് ഇത് ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ടാവും. ഗ്രൗണ്ട് ചെയ്യുന്ന കേസിൽ ഇതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ ഒരു 0 ആയിരിക്കും. മാനുഫാക്ചർ ചെയ്യുന്ന ടൈമിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിനെ ഈ ഫ്യൂസ് എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ടാവും, അതായത് എല്ലാം 0s ആയിരിക്കും. യൂസറിന് ഏതൊക്കെ ലൊക്കേഷനിലാണോ 1 വേണ്ടത് ആ ലൊക്കേഷനിലേക്ക് 1 ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സെല്ലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്യൂസ് അതിനെ ബേൺ ചെയ്താൽ മതി. ഫ്യൂസ് ബേൺ ചെയ്യാന്ന് പറഞ്ഞാൽ ആ കണക്ഷൻ വിട്ടുപോവുക.
കണക്ഷൻ വിട്ടുപോകുമെന്ന് വെച്ചാൽ ഗ്രൗണ്ടിലേക്കുള്ള കണക്ഷൻ പോവും. ഗ്രൗണ്ട് ചെയ്തിട്ടില്ലെങ്കിൽ അതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ 1 ആയിരിക്കും. ഇങ്ങനെ ഇത് ഫ്യൂസിനെ ബേൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈ കറണ്ട് പൾസസിനെ യൂസ് ചെയ്യാം. അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ റിക്വയർഡ് ആയിട്ടുള്ള സെൽസിൽ 1 സ്റ്റോർ ചെയ്യാം. സീറോസ് ഓൾറെഡി എല്ലായിടവും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഏതൊക്കെ സെൽസിലാണോ 1 വേണ്ടത് ആ സെല്ലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്യൂസ് ബേൺ ഔട്ട് ചെയ്താൽ മതി. ഈ പ്രോസസ്സ് റിവേഴ്സിബിളാണ്. അതായത് ഒരു വട്ടം റൈറ്റ് ചെയ്യാം യൂസറിന്. ഫ്യൂസിനെ പിന്നെ തിരിച്ച് കണക്ട് ചെയ്യാൻ ഒക്കില്ല. റോമിനേക്കാൾ കുറച്ചുകൂടെ ഫ്ലെക്സിബിളാണ്, അതുപോലെ തന്നെ കൺവീനിയൻറ്റും ആണ്. പിന്നെ ഇതിനകത്തേക്ക്, അതായത് ഈ റോമിലേക്ക് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് എക്സ്പെൻസീവാണ്. കാരണം ഇത് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ എക്യുപ്മെൻറ്റ്സിൻ്റെ ആവശ്യമായിട്ടുണ്ട്. പക്ഷേ യൂസർക്ക് കുറച്ചുകൂടെ പ്രോഗ്രാമിംഗ് ക്യാപ്പബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി. അതാണ് ഫസ്റ്റ് ടൈപ്പ് ഓഫ് റോം. അടുത്തതാണ് EEPROM, അതായത് ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി. ഇതും പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി. ഇറേസ് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാവും. അതായത് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റേനെ ഇറേസ് ചെയ്തിട്ട് പുതിയ ഡേറ്റയെ ലോഡ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ പേര് വന്നത് തന്നെ ഇറേസബിൾ റീപ്രോഗ്രാമബിൾ റോം. അതുകൊണ്ടാണ് EEPROM എന്ന് പറയുന്നത്. ഇത് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന ടൈമിൽ റോമിന് പകരം EEPROM യൂസ് ചെയ്യാം. അങ്ങനെ യൂസ് ചെയ്യുവാണെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ് അല്ലെങ്കിൽ അപ്ഡേറ്റ്സ് ഒക്കെ വരുവാണെങ്കിൽ നമ്മൾക്കതിനകത്ത് ചെയ്യാൻ പറ്റും. റോമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു വട്ടം പ്രോഗ്രാം ചെയ്താൽ പിന്നീട് അത് മാറ്റാൻ പറ്റില്ല. EEPROM ആണെങ്കിൽ അങ്ങനെ ഒരു പ്രൊവിഷൻ കൂടെ ഉണ്ട്. അതായത് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന ടൈമിൽ ചേഞ്ചസ് അപ്ഡേറ്റ്സ് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് റോമിന് പകരം EEPROM യൂസ് ചെയ്യാം. ഇനി EEPROMൻ്റെ സെൽ സ്ട്രക്ചറും ബേസിക് റോം സെല്ലിൻ്റെ അതേ സ്ട്രക്ചർ തന്നെയാണ്. അവിടെ ഒരു P എന്ന് പറയുന്നൊരു പോയിൻ്റ് പറഞ്ഞിരുന്നു. ആ പോയിൻറ്റിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ട്രാൻസിസ്റ്ററാണ് യൂസ് ചെയ്യുന്നത്. സ്പെഷ്യൽ ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ അതിന് 2 രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റും. ഒന്നൊരു നോർമൽ ട്രാൻസിസ്റ്ററായിട്ടും പിന്നെ ഒരു ഡിസേബിൾഡ് ട്രാൻസിസ്റ്ററായിട്ടും. ഡിസേബിൾഡ് ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ അതെപ്പോഴും ഓഫായിരിക്കും. നോർമൽ ട്രാൻസിസ്റ്ററാണ് ആ P പോയിൻറ്റിൽ പ്ലേസ് ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് ആ പോയിൻറ്റിലൂടെ P പോയിൻറ്റിലൂടെ ആ ട്രാൻസിസ്റ്ററിലൂടെ അത് ഗ്രൗണ്ട് ചെയ്ത് പോകും. അതായത് ഒരു 0 സ്റ്റോർ ചെയ്യുന്ന ടൈമിൽ അതൊരു നോർമൽ ട്രാൻസിസ്റ്ററായിട്ട് വർക്ക് ചെയ്യണം. എന്നാൽ ഒരു 1 ആണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ അതിനെ ഗ്രൗണ്ടിലേക്ക് ഒരു കണക്ഷൻ ഉണ്ടാവരുത്. അതായത് ആ ട്രാൻസിസ്റ്റർ ഡിസേബിൾഡ് ആയിരിക്കണം. അപ്പോൾ ഒരു 1 സ്റ്റോർ ചെയ്യുന്ന കേസിൽ ആ ട്രാൻസിസ്റ്റർ P പോയിൻറ്റിൽ പ്ലേസ് ചെയ്യുന്ന ട്രാൻസിസ്റ്റർ ഒരു ഡിസേബിൾഡ് ട്രാൻസിസ്റ്ററായിട്ട് വർക്ക് ചെയ്യും. ഇങ്ങനെ ഡിസേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ട്രാൻസിസ്റ്ററിലേക്ക് ഒരു ചാർജിനെ ഇഞ്ചെക്റ്റ് ചെയ്ത് കൊടുക്കും. ആ ചാർജ് ആ ട്രാൻസിസ്റ്ററിനുള്ളിൽ ട്രാപ്പായിട്ടിരിക്കും. അങ്ങനെ ഇരിക്കുന്ന സ്റ്റേറ്റിലുള്ള ഒരു ട്രാൻസിസ്റ്റർ ഒരു ഡിസേബിൾഡ് ട്രാൻസിസ്റ്ററായിട്ടേ വർക്ക് ചെയ്യത്തുള്ളൂ. EEPROMൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു, അതിലെ കണ്ടൻസിനെ ഇറേസ് ചെയ്യാനും റീപ്രോഗ്രാം ചെയ്യാനും പറ്റും. ഇനി എങ്ങനെയാണ് അപ്പോൾ ഇറേസ് ചെയ്യുന്നത്? പ്രോഗ്രാം ചെയ്യുന്ന കാര്യം പറഞ്ഞു. ഒരു ട്രാൻസിസ്റ്റർ യൂസ് ചെയ്തിട്ടാണ്. നോർമൽ ഓപ്പറേഷനുള്ള ട്രാൻസിസ്റ്ററും അത് തന്നെ ഒരു ഡിസേബിൾഡ് നേച്ചറായിട്ടും ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു രീതിയിലും അത് വർക്ക് ചെയ്യും. ഡിസേബിൾഡ് ആണെങ്കിൽ അതിൽ 1 സ്റ്റോർ ചെയ്യാം, നോർമൽ രീതിയിലാണെങ്കിൽ അതിൽ 0 സ്റ്റോർ ചെയ്യാം. ഇനി ഇറേസ് ചെയ്യുന്നത് എങ്ങനെ? അത് ഡിസേബിൾ ചെയ്തതുകൊണ്ടാണല്ലോ അതിലൊരു 1 സ്റ്റോർ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അതിന് ഡിസേബിൾഡ് സ്റ്റേറ്റിൽ നിന്ന് അതിനെ മാറ്റണം.
ഡിസേബിൾ ചെയ്യാൻ വേണ്ടി ചെയ്തത് അതിലൊരു ചാർജിനെ ഇഞ്ചെക്റ്റ് ചെയ്ത് കൊടുത്താണ്. ഇനി ആ ചാർജിനെ നമ്മൾ ഡിസിപ്പേറ്റ് ചെയ്യണം. ആ ചാർജ് ഡിസിപ്പേറ്റ് ആയി പോയി കഴിഞ്ഞാൽ ആ ട്രാൻസിസ്റ്റർ ഒരു നോർമൽ ട്രാൻസിസ്റ്ററായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ എങ്ങനെ ആ ചാർജിനെ ഡിസിപ്പേറ്റ് ചെയ്യും? അതിന് വേണ്ടിയിട്ട് ഈ ചിപ്പിനെ അൾട്രാവയലറ്റ് ലൈറ്റിന് എക്സ്പോസ് ചെയ്യാം. ആ ടൈമിൽ ആ ട്രാൻസിസ്റ്ററിൽ ട്രാപ്പായിരിക്കുന്ന ചാർജ് ഡിസിപ്പേറ്റ് ആവുകയും അതൊരു നോർമൽ ട്രാൻസിസ്റ്ററായിട്ട് ആക്ട് ചെയ്യുകയും ആ 1 അപ്പോൾ മാറിയിട്ട് അതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് 0 ആയി മാറുകയും ചെയ്യും. കാരണം നോർമൽ ട്രാൻസിസ്റ്റർ ആകുമ്പോൾ അതിന് ആ ഗ്രൗണ്ടിലേക്കൊരു കണക്ഷൻ വരും. ഗ്രൗണ്ടഡ് ആയി കഴിഞ്ഞാൽ ഉറപ്പായും അതിൽ 0 ആയിരിക്കും. അപ്പോൾ എല്ലാം ഗ്രൗണ്ടഡ് ആയാലോ കംപ്ലീറ്റ് 0 ആയി മാറും. അതായത് അതിൽ ഡേറ്റ ഒന്നുമില്ല, കംപ്ലീറ്റ് 0. ഇങ്ങനെയാണ് EEPROM എന്ന് പറയുന്നത് പ്രോഗ്രാം ചെയ്യുന്നതും എറേസ് ചെയ്യുന്നതും. ഇനി ഇങ്ങനെ ഇതിനെ എറേസ് ചെയ്യേണ്ട ഒരു കാര്യം ഉള്ളതുകൊണ്ട് ഇതിനെ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇത് മൗണ്ട് ചെയ്യുന്ന പാക്കിംഗ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വിൻഡോസ് ഉള്ള പാക്കിങ്ങിലായിരിക്കും EEPROMനെ മൗണ്ട് ചെയ്യുന്നത്. ഇനി EEPROMൻ്റെ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡിസഡ്വാൻറ്റേജ് അതെന്താണെന്ന് പറഞ്ഞാൽ, ഇതിനെ റീപ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് ആ സർക്യൂട്ടിൽ നിന്നും ആ ചിപ്പിനെ ഫിസിക്കലി റിമൂവ് ചെയ്യണം. അതൊന്ന്. രണ്ടാമത്തത്, ഇതിനെ ഇറേസ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് ഇറേസ് ചെയ്യാവുന്നൊരു ഓപ്ഷനേ ഉള്ളൂ. അല്ലാതെ ഇതിൻ്റെ ഒരു പാർട്ട് മാത്രം ഇറേസ് ചെയ്യുക, ആവശ്യമില്ലാത്തത് ഇറേസ് ചെയ്യുക, അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. കംപ്ലീറ്റ് ആയിട്ടും ഇറേസ് ചെയ്യാം, എന്നിട്ട് എഗെയിൻ പ്രോഗ്രാം ചെയ്യാം. ഇതാണ് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. അപ്പോൾ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഒരേ കാര്യം തന്നെ. അഡ്വാൻറ്റേജ് അതിനെ ഇറേസ് ചെയ്ത് പ്രോഗ്രാം ചെയ്യാന്നുള്ളത്. ഡിസഡ്വാൻറ്റേജ് ഇങ്ങനെ ഇറേസ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആയിട്ടും ഇറേസ് ചെയ്യാനേ പറ്റൂ, അല്ലാതെ ഒരു പാർട്ട് ഇറേസ് ചെയ്യാൻ പറ്റില്ല. ഇതാണ് EEPROM എന്ന് പറഞ്ഞാൽ. അതാണ് റോമിൻ്റെ സെക്കൻഡ് ടൈപ്പ് EEPROM. ഇനി ഇതിൻ്റെ തേർഡ് ടൈപ്പാണ് EEPROM. EEPROM എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. ഈ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, ഇത് EEPROMൻ്റെ അല്ലെങ്കിൽ ഇറേസബിൾ പ്രോമിൻ്റെ ഒരു വേർഷൻ തന്നെയാണ്. ഇവിടെ പ്രോഗ്രാം ചെയ്യാനും ഇറേസ് ചെയ്യാനും ഇലക്ട്രിക്കലി ആയിട്ടുള്ള മെത്തേഡാണ്, ഇലക്ട്രിക്കൽ മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ EEPROMൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ഇത് ഓവർകം ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് കാര്യം, ഇതിനെ ഇറേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് ആയിട്ടും ആ സർക്യൂട്ടിൽ നിന്ന് റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. സെക്കൻഡ്, ഇതിൻ്റെ കണ്ടൻറ്റിനെ സെലക്റ്റീവായിട്ട് ഇറേസ് ചെയ്യാം. EEPROMൽ അങ്ങനെ പറ്റില്ല. ഇറേസ് ചെയ്യണമെങ്കിൽ കംപ്ലീറ്റ് കണ്ടൻസിനെ ഇറേസ് ചെയ്യുക, ദെൻ റീപ്രോഗ്രാം ചെയ്യുക. EEPROM ആകുമ്പോൾ അങ്ങനെ ഒരു കാര്യമില്ല, സെലക്ട് ചെയ്തിട്ട് ഇറേസ് ചെയ്യാം. അതുപോലെ ഇറേസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇറേസ് ചെയ്യാനായാലും പ്രോഗ്രാം ചെയ്യാനായാലും യൂസ് ചെയ്യുന്നത് ഇലക്ട്രിക്കൽ മെത്തേഡ്സ് ആണ്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഇറേസ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും റീഡ് ചെയ്യാനും എല്ലാം ഡിഫറെൻറ്റ് വോൾട്ടേജസ് ആണ് ഇവിടെ വേണ്ടത്. അതുപോലെ തന്നെ റീഡ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ടൈം ഇവിടെ റൈറ്റ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ട് വരും. ഇതാണ് EEPROM, അതിൻ്റെ ഡിസഡ്വാൻറ്റേജ്, അഡ്വാൻറ്റേജ് എല്ലാം. നെക്സ്റ്റ് ഒരു ടൈപ്പ് ഓഫ് മെമ്മറിയാണ് ഫ്ലാഷ് മെമ്മറി. ഫ്ലാഷ് മെമ്മറി എന്ന് പറഞ്ഞാൽ, ഇവിടെ ഒരു ഫ്ലാഷ് സെല്ലെന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ട്രാൻസിസ്റ്ററാണ്, ഒരു ട്രാപ്ഡ് ചാർജ് കൺട്രോൾ ചെയ്യുന്ന ഒരു സിംഗിൾ ട്രാൻസിസ്റ്ററാണ് ഒരു ഫ്ലാഷ് സെല്ലെന്ന് പറഞ്ഞാൽ. ഇതും EEPROM അതിൽ യൂസ് ചെയ്യുന്ന അതേ ടെക്നിക്ക് തന്നെയാണ്, അതിനൊരു സിമിലറാണ് ഫ്ലാഷ് മെമ്മറിയുടെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ. എന്നാൽ EEPROMൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഒരു കാര്യം ഫ്ലാഷ് മെമ്മറിക്കുണ്ട്. EEPROMനാകുമ്പം ഒരു സെല്ലിനെ റീഡ് ചെയ്യാം, ഒരു സെല്ലിനെ റൈറ്റ് ചെയ്യുകയും ചെയ്യാം. എന്നാൽ ഫ്ലാഷ് മെമ്മറിയുടെ കേസിൽ സിംഗിൾ സെല്ലിൽ നിന്ന് ഡേറ്റനെ റീഡ് ചെയ്യാം, എന്നാൽ റൈറ്റ് ചെയ്യുന്ന ടൈമിൽ ഒരു എൻറ്റയർ ബ്ലോക്കിനെ അല്ലെങ്കിൽ ഒരു അറേ ഓഫ് സെൽസിനെ മാത്രമേ റൈറ്റ് ചെയ്യാനായിട്ട് പറ്റൂ, ഒരു സെല്ലിനെ റൈറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതാണ് EEPROMും ഫ്ലാഷ് മെമ്മറിയും തമ്മിലുള്ള ഡിഫറൻസ്. ഇവിടെയും ഹോൾ മെമ്മറി കണ്ടൻറ്റിനെ ഇലക്ട്രിക്കലി ഇറേസ് ചെയ്യുന്നതാണ്. പിന്നെ ഫ്ലാഷ് ഡിവൈസസിന്
ഗ്രേറ്റർ ഡെൻസിറ്റി ആണ്. അതേപോലെ തന്നെ ലോ പവർ കൺസംഷനാണ് ഇവിടെ ഫ്ലാഷ് മെമ്മറിക്കുള്ളത്. ഇത് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന പോർട്ടബിൾ എക്യുപ്മെൻറ്റ്സിലാണ്, അതായത് ബാറ്ററി ഡ്രിവൺ ആയിട്ടുള്ള പോർട്ടബിൾ എക്യുപ്മെൻറ്റ്സിലാണ്. അതായത് ഹാൻഡ് ഹെൽഡ് കമ്പ്യൂട്ടേഴ്സ്, സെൽഫോൺ, ഡിജിറ്റൽ ക്യാമറ, MP3 പ്ലെയേഴ്സ്, ഇതിലൊക്കെ യൂസ് ചെയ്യുന്നത് ഫ്ലാഷ് മെമ്മറിയാണ്. ഇനി ഇതിന് ഹയർ കപ്പാസിറ്റിയാണ്, അതായത് ഹയർ കപ്പാസിറ്റിയുമാണ്. അറ്റ് ദ സെയിം ടൈം സ്റ്റോറേജ് കോസ്റ്റ് പെർ ബിറ്റ് എന്ന് പറഞ്ഞാൽ ലോ ആണ്. ഒരു ബിറ്റ് സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ അതിനുള്ള കോസ്റ്റ് വളരെ ലോ ആണ്. പവർ കൺസംഷൻ വളരെ കുറവാണ്. അതുകൊണ്ടാണ് ബാറ്ററി ഡ്രിവൺ ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സിൽ ഇത് വളരെ പോപ്പുലറായിട്ട് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു മെമ്മറി ആണ് ഫ്ലാഷ് മെമ്മറി എന്ന് പറഞ്ഞാൽ. ഈ പ്രോമിൻ്റെ വർക്കിങ്ങിനോട് സിമിലർ ആണ്, പക്ഷേ ഒരു ഡിഫറൻസ് ഉണ്ട്. ഇതിനകത്ത് റൈറ്റ് ചെയ്യാൻ, ഒരു സെല്ലിലേക്ക് റൈറ്റ് ചെയ്യാനൊരു ഓപ്ഷനില്ല, ഒരു ബ്ലോക്ക് ഓഫ് സെൽസിലേക്ക് റൈറ്റ് ചെയ്യാനേ പറ്റും. ഇനി ഫ്ലാഷ് കാർഡ്സ് ആൻഡ് ഫ്ലാഷ് ഡ്രൈവ്സ്. അതായത് ഒരു സിംഗിൾ ഫ്ലാഷ് ചിപ്പ് ആണെങ്കിൽ നമ്മൾക്ക് ഒരു ആപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള സഫീഷ്യൻ്റ് ആയിട്ടുള്ള സ്റ്റോറേജ് പ്രൊവൈഡ് ചെയ്യില്ല ഒരു സിംഗിൾ ഫ്ലാഷ് ചിപ്പ് ആണെങ്കിൽ. അതിന് വേണ്ടിയിട്ട് കുറേ ചിപ്സ് ചേർത്തിട്ട് ലാർജർ മെമ്മറി മൊഡ്യൂൾസ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അങ്ങനത്തുള്ള 2 ചോയ്സസ് ആണ്. അതായത് അങ്ങനെയുള്ള ലാർജർ മെമ്മറി മൊഡ്യൂൾസിൻ്റെ ഇംപ്ലിമെൻറ്റേഷനുള്ള 2 പോപ്പുലർ ചോയ്സാണ് ഫ്ലാഷ് കാർഡും ഫ്ലാഷ് ഡ്രൈവ്സും. ഫ്ലാഷ് കാർഡ് എന്ന് പറഞ്ഞാൽ ഒരു സ്മാൾ കാർഡിനകത്ത് ഫ്ലാഷ് ചിപ്സിനെ മൗണ്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിനെ നമ്മൾ ഏതെങ്കിലും ഒരു ആക്സസിബിൾ ആയിട്ടുള്ള സ്ലോട്ടിലേക്ക് സിംപ്ലി അതിനെ പ്ലഗ് ചെയ്യുക. അങ്ങനെയാണ് അതിനെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇനി ഇത് പല പല സ്റ്റോറേജ് സൈസസിലും അവൈലബിൾ ആണ്. അതായത് 8 MB, 32 MB, 64 MB അങ്ങനെ പല സ്റ്റോറേജ് സൈസസിലും അവൈലബിൾ ആണ്. അതാണ് ഫ്ലാഷ് കാർഡ് എന്ന് പറഞ്ഞാൽ. ഫ്ലാഷ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇത് ഡെവലപ്പ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഹാർഡ് ഡിസ്കിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനൊരു റീപ്ലേസ്മെൻ്റ് ആയിട്ടാണ് ഫ്ലാഷ് ഡ്രൈവ്സ് ഡെവലപ്പ് ചെയ്തത്. പക്ഷേ അതിൻ്റെ ആ ഒരു ശരിക്കും അതിൻ്റെ എന്താണോ ഉദ്ദേശിച്ചത് അത് ഇതുവരെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതായത് ഹാർഡ് ഡിസ്കിനെ റീപ്ലേസ് ചെയ്യാന്നുള്ളൊരു ഓപ്ഷൻ, അതായത് ഫ്ലാഷ് ഡ്രൈവ്സും ഉണ്ട്, ഹാർഡ് ഡിസ്കിനെ റീപ്ലേസ് ചെയ്യാം. ഇങ്ങനെ ഇതുവരെ പോസിബിൾ ആയിട്ടില്ല. കാരണം ഹാർഡ് ഡിസ്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫ്ലാഷ് ഡ്രൈവ്സിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി വളരെ കുറവാണ്. പിന്നെ പക്ഷേ ഫ്ലാഷ് ഡ്രൈവ്സിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിന് ഷോർട്ടർ സീക്ക് ആൻഡ് ആക്സസ് ടൈംസ് ആണ് ഉള്ളത്. അതായത് നമുക്ക് ഡേറ്റനെ ഈസി ആയിട്ട് ഇതിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. അത് ഇതിൻ്റെ ഒരു ഫ്ലാഷ് ഡ്രൈവ്സിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ തന്നെ ലോവർ പവർ കൺസംഷൻ, പവർ വളരെ കുറച്ചേ ഉപയോഗിക്കൂ. പിന്നെ വൈബ്രേഷന് ഇൻസെൻസിറ്റീവാണ്. വൈബ്രേഷൻസൊക്കെ ഉണ്ടായാലും ഇതിന് പ്രോബ്ലം ഒന്നും സംഭവിക്കില്ല. അതുകൊണ്ടാണ് ഇത് മൊബൈൽ ഡിവൈസസിലൊക്കെ പോർട്ടബിൾ ഡിവൈസസിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇതാണ് ഫ്ലാഷ് കാർഡ് ആൻഡ് ഫ്ലാഷ് ഡ്രൈവ്സ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് റോമിനെ പറ്റിയാണ്. റാം യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ റാം, SRAM, DRAM ഇതിൽ നിന്നൊക്കെ റോമിൻ്റെ ഡിഫറൻസ് എന്തുകൊണ്ടാണ് ചില ആപ്ലിക്കേഷൻസിൽ റോമിൻ്റെ ആവശ്യം വന്നത്, അങ്ങനത്തുള്ള കാര്യങ്ങൾ പറഞ്ഞു. ബേസിക് റോം സെൽ പറഞ്ഞു, അതിൻ്റെ ടൈപ്സ് പറഞ്ഞു, ഓരോന്നിൻ്റെ ഫീച്ചേഴ്സ് പറഞ്ഞു. ദെൻ ഫൈനലി ഫ്ലാഷ് കാർഡും ഫ്ലാഷ് ഡ്രൈവ്സും ഡിഫറൻസും പറഞ്ഞു. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്.